രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് ഇന്നും നാളെയും കോട്ടയം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം. നേരത്തെ ആരോ ചോദിച്ചിരുന്നു, ഗതാഗത നിയന്ത്രണം എങ്ങനെയാണ് കോട്ടയം നഗരത്തിൽ എങ്ങനെയൊക്കെയാണ് അത് ക്രമീകരിച്ചിരിക്കുന്നതെന്ന് വ്യക്തമായി പറയാമോ എന്ന് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഇന്ന് ഉച്ചയ്ക്ക് 12 മുതൽ വൈകിട്ട് 7 വരെയും നാളെ പുലർച്ചെ 12:30 മുതൽ ഉച്ചയ്ക്ക് 12 വരെയും വഴിയോര കച്ചവടത്തിനും വാഹന പാർക്കിങ്ങിനും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റുമാനൂർ പൂഞ്ഞാർ സംസ്ഥാന പാതയിൽ ഉച്ച മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ശ്യാം പ്രസാദ് ഉത്തമൻ കൂടി ചേരുന്നുണ്ട് വിശദവിവരങ്ങൾ പങ്കുവയ്ക്കാനായി. ശ്യാം, ഗുഡ് മോർണിംഗ്. എങ്ങനെയൊക്കെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തുക? പൊതുജനങ്ങളെ ഏത് തരത്തിൽ ബാധിക്കും? അവരുടെ യാത്രയൊക്കെ മാറ്റി ക്രമീകരിക്കേണ്ടത് എങ്ങനെയായിരിക്കും? മോദി, അതായത് രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോട്ടയം ജില്ലയിൽ കനത്ത സുരക്ഷ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. പോലീസ് 5 സോണുകളായിട്ടാണ് ഇതിൽ തിരിച്ചിട്ടുള്ളത്. അതിൽ DIGമാരുടെ നേതൃത്വത്തിലാണ് ഈ സുരക്ഷാ ചുമതല അടക്കം വിന്യസിച്ചിരിക്കുന്നത്. ഏകദേശം 1500ഓളം പോലീസുകാരുണ്ട്. ഈ സായുധ സേനാംഗങ്ങളായിട്ട് 200 പേരെ മഫ്തിയിലും നിയോഗിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നഗരത്തിൽ വലിയ രീതിയിൽ നിയന്ത്രണങ്ങൾ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോട്ടയം നഗരത്തിൽ പ്രധാനപ്പെട്ട നിയന്ത്രണങ്ങൾ എന്ന് പറയുന്നത് ഏറ്റുമാനൂർ ബൈപ്പാസ് വഴി, അതായത് ഈ കോട്ടയം നഗരം വഴിയല്ലാതെ കടന്നു പോകേണ്ട വാഹനങ്ങൾക്ക് മണർകാട് ഏറ്റുമാനൂർ ബൈപ്പാസ് ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ കോട്ടയം പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ നിന്ന് ലോഗോസ് ജംഗ്ഷൻ, കുര്യൻ ഉതുപ്പ് റോഡ്, ബേക്കർ ജംഗ്ഷൻ വഴിയാണ് കോട്ടയം കുമരകം റോഡിലേക്ക് രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹം എത്തുന്നത്. ഈ റോഡിൽ കർശന നിയന്ത്രണമാണ് ഏർപ്പെടുത്തുക. അതുകൂടാതെ തന്നെ ഈ റോഡിലേക്ക് എത്തുന്ന ചെറുവഴികളും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ പരേഡ് ഗ്രൗണ്ടിന് ചുറ്റുമുള്ള വഴികളിൽ കർശന നിയന്ത്രണം കൂടിയുണ്ട്. കൂടാതെ കോട്ടയം കുമരകം ചേർത്തല റോഡിൽ കോട്ടയം നഗരത്തിനും ബണ്ട് റോഡ് ജംഗ്ഷനും ഇടയിൽ കടുത്ത നിയന്ത്രണം തന്നെയാണുള്ളത്. അതായത് കുമരകത്താണ് രാഷ്ട്രപതി താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുമരകം റോഡിൽ ഇന്ന് പൂർണ്ണമായിട്ടും നിയന്ത്രണം തന്നെയുണ്ട്. ഈ ആലപ്പുഴ ഭാഗത്ത് നിന്ന് ഈ വഴി കോട്ടയത്തേക്ക് വരുന്നവർക്ക് തലയാഴം കല്ലറ വഴി തിരിഞ്ഞു പോകാൻ കഴിയും. ഇന്ന് ഉച്ചയ്ക്ക് 1 മുതൽ വൈകിട്ട് 7 വരെയും നാളെ രാവിലെ 6 മുതൽ 11 വരെയുമാണ് കോട്ടയം കുമരകം ഭാഗത്തെ നിയന്ത്രണങ്ങൾ. പാലായിൽ ഇന്ന് ഉച്ച മുതലാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുക. പാലാ ഏറ്റുമാനൂർ റോഡിൽ പാലാ ജനറൽ ആശുപത്രി ജംഗ്ഷനും മുത്തോലിക്കും ഇടയിൽ കർശന നിയന്ത്രണമാണ് ഏർപ്പെടുത്തുക. ഈ വഴി പോകേണ്ട വാഹനങ്ങൾ വഴി തിരിഞ്ഞ് പോകണമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, ട്രെയിൻ യാത്രക്കാർ, അതായത് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വിവിധ സ്ഥലങ്ങളിലേക്ക് ഇന്ന് വൈകിട്ട് പുറപ്പെടേണ്ട യാത്രക്കാർ ഉച്ചയ്ക്ക് 2 മണിക്ക് മുൻപായി എത്തിച്ചേരണമെന്നാണ് റെയിൽവേ അധികൃതരും അറിയിച്ചിട്ടുള്ളത്. ശരി, വളരെ വിശദമായി തന്നെ ശ്യാം പ്രസാദ് ഉത്തമൻ ഇക്കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി കോട്ടയം നിവാസികൾ കണ്ടില്ല, അറിഞ്ഞില്ല, കേട്ടില്ല എന്ന് പറയരുത്.